ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നൊരു ഉഗ്രം കടലക്കറിയുടെ റെസിപ്പി ആയിട്ട് നാളികേരം അരച്ചൊഴിക്കാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. എന്തായാലും ലഞ്ചിൻ്റെ കൂടെയും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഒക്കെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും നോക്കണം. അപ്പോൾ അതും പിന്നെ ഇന്നത്തെ അത്യാവശ്യം വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വ്ളോഗാണ്. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ കടല വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഞാൻ ഒരു 2 കപ്പ് കടലയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അത് രാവിലെ നന്നായി കഴുകി ഒരു 3-4 വട്ടം കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് കടലയും കല്ലുപ്പും അതേപോലെ ഒരു കുഞ്ഞ് പീസ് പുളി അതും ഇട്ടു. അതേപോലെ ഒരു വലിയ സവോള, പിന്നെ കുറച്ച് ചീനിമുളക് ഇത്ര ഇട്ടു. കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. ഇത് മൂടി നിൽക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതൊഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ ഒരു 2 വട്ടം ഒന്ന് വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചില്ലേ പുളി, ആ കുഞ്ഞൊരു പീസ്. ഇനിയിപ്പോൾ പുളി ഇല്ലെങ്കിൽ തക്കാളിയുടെ പുളി ഇട്ടാലാണ് നമുക്ക് ചോറിനും നന്നായി കഴിക്കാൻ പറ്റിയ നല്ല കറിയാവുള്ളൂ കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ചോറിനൊക്കെയും കഴിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പുളി ഇട്ടതാണ് കേട്ടോ. തക്കാളി വേണ്ടവർക്ക് അതിടാം, പക്ഷേ പുളിയുടെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ്. കുഞ്ഞ് പീസ് ഞാൻ കണ്ടില്ലേൽ അത്ര പോന്ന പീസാണ് പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വെച്ച് അത് ആവി നന്നായി വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് 1.5 ടീസ്പൂണ് കുരുമുളക്, അതുപോലെ 1.5 ടീസ്പൂണ് പെരുംജീരകം ഇത് നന്നായി പൊടിച്ചെടുക്കണം കേട്ടോ. ഞാൻ 1.5 ടീസ്പൂണാണ് എടുക്കേണ്ടത്. എനിക്ക് ഒരളവിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഒരു 1.5 ടീസ്പൂണൊന്നും ഇതുണ്ടാവുള്ളൂ. അത് നന്നായി കുത്തി പൊടിച്ച് അത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാലയുടെ പൊടിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുരുമുളകും അതേപോലെ പെരുംജീരകവും പൊടിച്ചിട്ടില്ലേ, അത് ഒരു ബൗളിലേക്കിട്ട് മാറ്റി വെച്ചിട്ടോ. പിന്നെ ആ ബൗളിൽ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കേട്ടോ. അത് ഞാൻ പൊടിച്ച് വെക്കുന്നതാണ്. അപ്പം പൊടിക്കുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് ഞാൻ അധികം നാളെടുത്ത് വെക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് അപ്പം യൂസ് ചെയ്യാവുന്ന പോലെ പൊടിക്കുക, അല്ലെങ്കിൽ കുപ്പിയിലാക്കി വെക്കുക കേട്ടോ. ഞാൻ പൊടിച്ച് കുപ്പിയിലാക്കി വെക്കുക ചെയ്യാറ്. അപ്പം അത് വയ്ക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂണ് കണ്ടില്ല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി തന്നെ മതി. കൂടുതൽ വേണ്ടവർക്ക് ഇടാം കേട്ടോ. പിന്നെ എരിവ് നമുക്ക് അധികമൊന്നും വേണ്ട. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട്, ചീനിമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം എരിവ് വേണ്ട. 1 ടീസ്പൂണ് മല്ലിപ്പൊടി എന്തായാലും നിറച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. നമ്മുടെ ചുവപ്പ് കളറൊന്നും കറിക്ക് കിട്ടില്ല, പക്ഷേ കറി ഉഗ്രൻ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് തന്നെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടൊരു ഞാൻ കാണിച്ചു തരാം. അതേപോലെ വെക്കണം കുറച്ച് നേരം കേട്ടോ. അതാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടാൻ നല്ലത് കേട്ടോ. ഇതൊക്കെ നല്ലോണം മൂക്കാൻ വേണ്ടിയിട്ട്, മൂക്കുമ്പോൾ കരിയാതിരിക്കാനും അതേപോലെ ആ മണവും ടേസ്റ്റും എല്ലാം വരാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമ്മൾ കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറത്തെ അതാവുമ്പോഴത്തേനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഉണക്കമുളക് ഒരു 1.5 എണ്ണം അതൊന്ന് കൈ കൊണ്ടൊന്ന് മുറിച്ചിട്ടു കേട്ടോ. പിന്നെ അത്യാവശ്യം കറിവേപ്പില, ഞാൻ കറികളിലൊക്കെ നന്നായി കറിവേപ്പില യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ വീട്ടിൽ മരത്തിലും ഉണ്ട്. പിന്നെ കറികൾക്ക് ഇടുന്ന നല്ലതല്ലേ, നമുക്ക് കറിവേപ്പിലയും കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കൊളസ്ട്രോളിനെയും അതേപോലെ കുറേ അസുഖങ്ങളൊക്കെ മാറാനൊക്കെ നല്ലതാണ് കറിവേപ്പില. അപ്പോൾ അത് കറിയിൽ നിന്ന് എടുത്ത് കളയാറൊന്നുമില്ല, അതൊക്കെ കൂടി കൂട്ടി കുഴച്ച് കഴിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കറിവേപ്പിലയും ചുവന്നുള്ളിയും മുളകും കൂടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ആ കുക്കറിൽ ആയിട്ടാ ഒരു 2 വിസിലാകുമ്പോൾ അത്യാവശ്യം കടല വെന്തു. പിന്നെ ഞാൻ അതിന് ഒരു വലിയൊരു കയ്യിലെടുത്തിട്ട് നന്നായിട്ട് അരച്ചു കേട്ടോ. അതായത് നമ്മൾ വേവിച്ച കടല ഉണ്ടല്ലോ, നമ്മൾ പുളിയും അതേപോലെ ഇതൊക്കെ ഇട്ടാൽ, അപ്പോൾ അത് നന്നായി അരച്ചു വെച്ചു. അപ്പോഴത്തേനും വേറെ അടുപ്പിൽ പാല് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. എന്നിട്ട് പാല് പിന്നെ ഇങ്ങനത്തെ കറണ്ട് സ്റ്റവിൽ പാല് വെക്കുമ്പോൾ നന്നായി കുറച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം കേട്ടോ പാല് എന്താ പറയുക തിളപ്പിക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അപ്പോൾ എന്നിട്ട് പാലിറക്കിയ ശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. പിന്നെ അതിൽ കടുക് പൊട്ടിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു കേട്ടോ. കടുക് നമുക്ക് നല്ലതാണ് ശരീരത്തിന്, അതുകൊണ്ട് കടുക് എത്ര കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കടുകിട്ടു. അത് കഴിഞ്ഞിട്ട് ഉണക്കമുളകും ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ, അതിട്ട് നന്നായി മൂപ്പിച്ചിട്ടോ. ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായി മൂപ്പിക്കണം കേട്ടോ. അതിലൊക്കെയാണ് നമ്മുടെ കറിയുടെ മണവും ഗുണവും ടേസ്റ്റും എല്ലാം ഇരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാറുണ്ട് എപ്പോഴും, അടുപ്പത്ത് വെച്ചിട്ട് വേറെ എവിടെയും പോയി നിൽക്കരുതെന്ന്. ഇത് അടുത്ത് തന്നെ നിന്നിട്ട് അതൊപ്പം നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായി ഗോൾഡൻ കളർ ഒന്നായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ, അത് ഒക്കെ അടുത്തുകൊണ്ടൊന്ന് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, വെള്ളം ഒഴിച്ചിട്ട് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതായത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളകും പെരുംജീരകവും കൂടി പൊടിച്ച് വെച്ചത്, ആ കൂട്ട് വെള്ളം ഒഴിച്ചിട്ട് കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഈ വെളിച്ചെണ്ണയും ചുവന്നുള്ളിലേക്ക് ഇട്ട് താളിച്ചയിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണം വരുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കണം. അതിലൊക്കെയാണ് ഞാൻ പറയാറില്ല കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റൊന്നും നമ്മുടെ കറിക്ക് കിട്ടില്ല. നമ്മൾ കൈ വെട്ടാതെ തന്നെ ഇത് ഇളക്കിയിട്ട് നല്ല മണം വന്ന് ഒരു ചുമ വരുന്നൊരു പാകമൊക്കെ ആവില്ലേ, ആ സമയത്ത് നമ്മുടെ വേവിച്ച് വെച്ച കടല അതിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ നാളികേരമൊന്നും അരച്ചൊഴിക്കണില്ല, അതിന് പകരമാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ കടല, ആ കടലയാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, വലിയൊരു കയ്യിൽ കടലയും ഞാൻ എടുത്തിരിക്കണത് കേട്ടോ. ആ കറിയിലുള്ള നമ്മൾ വേവിക്കാൻ വെച്ച ആ വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചിരിക്കണത്, എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചില്ല, അത്യാവശ്യം വെള്ളം ഇതിലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇത് നമ്മൾ അരച്ച് വെച്ച ആ കടലയും കൂടി ഇതിൽ മിക്സ് ചെയ്യുക കേട്ടോ. അതെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ സൂത്രപ്പണി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിയില ലേശം മുകളിൽ വെതറുക കേട്ടോ. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം വെതറിയാൽ മതി. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് തിളച്ചതും നമ്മൾക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റായി അടിപൊളി ചോറിനും ഒക്കത്തിനും പറ്റിയ കടലക്കറി. പിന്നെ പാല് തിളപ്പിച്ചത് ഞാൻ ഒരു ചോറ്റും പാത്രത്തേക്ക് ഒഴിച്ചിട്ടോ. ഞാൻ എന്നും ഇങ്ങനെ ചെയ്യാറ്. എന്നിട്ട് അതിൻ്റെ പാട വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുക കേട്ടോ, പാട വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തലേന്നത്തെ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കേട്ടോ. അതാണ് ഇന്ന് യൂസ് ചെയ്യാറ്. കണ്ടില്ല, അതിലത്തെ പാട, അതിലപ്പോൾ നല്ല കട്ടിയിൽ പാട വന്നിട്ടുണ്ടാകും. അത് നമ്മളൊരു എന്താ പറയുക പാത്രത്തിൽ മാറ്റിയിട്ട്, കണ്ടില്ലേ അങ്ങനെ മാറ്റി വെച്ചിരിക്കണം പാട. എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ചെയ്യാറ് കേട്ടോ. അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കടലക്കറിക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് നെയ് റോസ്റ്റ് നല്ല ഇഷ്ടമാണ്. നല്ല വട്ടത്തിൽ നല്ല നൈസായിട്ട് മൊരിഞ്ഞ് നല്ലോണം നെയ്യൊക്കെ ഒഴിച്ചിട്ട് എന്താ ടേസ്റ്റ് വെച്ചിട്ടാ. കടലക്കറിക്ക് നല്ല ടേസ്റ്റാണ്, ചട്നി ആണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് തോന്നിയത് നമ്മുടെ നാടിൻ്റെ അടിപൊളി ഒരു നെയ് റോസ്റ്റ് കഴിക്കാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും നെയ് റോസ്റ്റ് തന്നെ ആക്കിയെന്ന്. അപ്പം നമ്മൾ നല്ല വട്ടത്തിൽ പരത്തിയിട്ട് അതിൽ നെയ്യ്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ പാൽപ്പാട മാറ്റി വെച്ചുള്ള, ഇങ്ങനെ പാൽപ്പാട മാറ്റി വെച്ചിട്ട് കുറച്ച് കൂടുതലാവണ സമയത്ത് ആ ഐസ്ക്രീം പാത്രമല്ലേ അത് നിറയണ സമയത്ത് നമ്മൾ ഉരുക്കുക ചെയ്യാറ് കേട്ടോ. പിന്നെ നെയ് റോസ്റ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നെയ്യൊക്കെ ഒഴിച്ചു, നെയ്യൊന്നും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നെയ് റോസ്റ്റ് നമ്മൾ അടിപൊളിയായിട്ട് ചുട്ടെടുത്തു. കണ്ടില്ലേ, നല്ല ഇത് കറണ്ട് സ്റ്റവിൽ വെക്കാൻ പറ്റില്ല കേട്ടോ ഈ ചട്ടി, അതുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ കൊണ്ടുവന്ന് വെക്കണത്. കറണ്ട് സ്റ്റവ് എന്താ പറയുക, അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചൂട് വരില്ല. അടിയിൽ സ്റ്റീൽ ഉള്ളത് മാത്രമേ അടുപ്പിൽ വയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല അടിപൊളി മൊരിഞ്ഞ നെയ് റോസ്റ്റിൽ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് അത് അപ്പടി ചുട്ടെടുത്തു കേട്ടോ. അപ്പോഴത്തേനും മിക്ക ഫുഡ് കഴിക്കാൻ വരേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരേണ്ട ടൈമായിട്ടോ. അപ്പം ഞാൻ വേഗം അതൊക്കെ എടുത്ത് മേശയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞിട്ട് ചട്ടിയോടെ തന്നെ കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഇത് പാത്രത്തിലൊക്കെയൊക്കെ ചൂടാറുക. അപ്പം ഞങ്ങൾ കഴിക്കണ സമയത്തിന് ചൂടാറുണ്ട്. അപ്പം തന്നെ കഴിക്കാതിരിക്കണത്, ഞാൻ കഴിക്കണ സമയം ആവണ സമയത്താണ് ഞാൻ ചുട്ടത്. അപ്പോൾ ഉള്ളത് നല്ല മുരിഞ്ഞിട്ട് തന്നെ ഇരിക്കട്ടെ പറഞ്ഞിട്ട് ആ ചട്ടിയിൽ തന്നെ അങ്ങനെ മൂടി വയ്ക്കുക ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ആ ദോശയ്ക്ക് ഇട്ട് അതിൽ നമ്മുടെ കടലക്കറി കണ്ടില്ല. ഈ കടലക്കറിക്ക് ചുവപ്പ് കളറൊന്നുമില്ല, കാരണം ഇതിൽ കുരുമുളക് പെരിഞ്ചീരകമൊക്കെയാണ് അധികം ഇട്ടിട്ടുള്ളത്. അതേപോലെ ചീനിമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ പുളി ഒരു കുഞ്ഞൊരു പീസ് ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് റെഡ് കളർ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭംഗിയിലൊന്നല്ലല്ലോ കാര്യം, ടേസ്റ്റിലല്ലേ കാര്യം. അങ്ങനെ 3 ഇത്രയും വലിയ ദോശയ്ക്കും കഴിക്കുക കേട്ടോ ഒരാൾക്ക്. അത്രയും ടേസ്റ്റാണ്, അതായത് നൈസായിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ് അടിക്കലും തുടയ്ക്കലും ഒതുക്കലും പറക്കലൊക്കെയും കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിൻ്റെ പണിയായിട്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആദ്യം മയോണൈസ്, ഇന്ന് മന്തിയാണ് ലഞ്ചിന്.
ഉച്ചയ്ക്ക് മന്തി ആയതുകൊണ്ട് തന്നെ മയോണൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. മന്തിയുടെ റെസിപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ലെങ്ത്തായിട്ട് പിന്നെ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഒരു ദിവസം ഒരു വ്ളോഗായിട്ട് ഇനിയിട്ടാൽ ഇത് നമ്മൾ അടിപൊളി മയോണൈസ് കേട്ടോ. നമ്മുടെ ഹെൽത്തി മയോണൈസാണ്. നമുക്ക് കടയിലേക്കും ഇങ്ങനെ മയോണൈസിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. ആദ്യം തന്നെ പാല് ഒരു വലിയൊരു ഗ്ലാസ്സിലത്തെ പാലൊഴിച്ചു. അത് കഴിഞ്ഞിട്ടൊരു 3 വെളുത്തുള്ളി അല്ലിയിട്ടു. പിന്നെ ഒരു നാരങ്ങ, വലിയ നാരങ്ങയുടെ നീരൊഴിച്ചു. എന്നിട്ട് കല്ലുപ്പ് ഇട്ടു കേട്ടോ. എന്നിട്ട് മിക്സി ഓണാക്കി നന്നായിട്ട് മിക്സിയിൽ അടിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്, കണ്ടില്ലേ. ഈ ഒലീവ് ഓയിൽ ഒരു ഗ്ലാസ് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിൽ അതിന് പകരം ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം. കുറച്ചും കൂടി ഹെൽത്തി മയോണൈസ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ എപ്പോഴും നമ്മുടെ ഒലീവ് ഓയിൽ ഒഴിക്കൽ കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലൈൻറ്റ് കേട് വരുമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ അത്യാവശ്യം റിയമോൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ചിക്കൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കഴിക്കാൻ എനിക്ക് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ മയോണൈസ് ഇത്തിരി തോനെ തന്നെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. അങ്ങനെ അത് മിക്സിയിൽ അടിച്ചിട്ട് നന്നായിട്ട് ആവണ സമയത്ത് അതിന് നടുവത്തെ മൂടി തുറന്നിട്ട് നമ്മുടെ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചില്ലേ, ഇതേപോലെ കുറേശ്ശെ ഒഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 2 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഹെൽത്തി മയോണൈസ് റെഡിയായി, കണ്ടില്ലേ. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പാലും ഒലിവ് ഓയിലൊക്കെ അല്ലേ. അങ്ങനെ അത് ഒരു കുപ്പിയിൽ ആദ്യം ഒഴിച്ചു വെച്ചു. ബാലൻസ് ഉള്ളത് ഉച്ചയ്ക്ക് മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതും എടുത്ത് വെച്ചു കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാറ് കേട്ടോ. കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ വൈകുന്നേരം സ്കൂൾ വിട്ട് റിയമോൾ വരുമ്പോൾ മന്തി കഴിക്കുമ്പോൾ അവൾക്ക് അതിൻ്റെ കൂടെ എടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ മന്തിക്ക് നല്ല അടിപൊളിയായിട്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ മന്തിക്ക് നമ്മുടെ ഒരു കറി ഉണ്ടല്ലോ തക്കാളിയുടെ, അത് എനിക്ക് അത്ര ഇഷ്ടമല്ല, അക്കാക്ക് കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ അതൊരു പുട്ടിക്കാക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അത് അധികം ഉണ്ടാക്കുക വേസ്റ്റായി പോയാലും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് മന്തിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ നമ്മുടെ മന്തി റെഡി. കണ്ടാ നല്ല റൈസാണ് കേട്ടോ, കണ്ടില്ല, നീളത്തിൽ നല്ല അടിപൊളി റൈസും അതേപോലെ മയോണൈസും എല്ലാം റെഡി ആയിട്ടോ. പിന്നെ എന്താ പറഞ്ഞാൽ സമയമായപ്പോൾ ഞങ്ങൾ പിന്നെ മന്തി കഴിക്കാൻ ഒരു 1:15 ആയിട്ടോ ഫുഡ് കഴിക്കുമ്പോൾ. അങ്ങനെ ഞാനൊക്കെയും കൂടി ഇരുന്നിട്ട് മന്തി കഴിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കാണുമ്പോൾ ഇത്തിരി ഇതാ തോന്നുന്നുണ്ടെങ്കിലും ഫുഡ് മറ്റേ മന്തിയുടെ കൂടെ ഇട്ടത് കൊണ്ട് തന്നെ അൽഫാം മന്തി ഒന്നുമല്ല, നമ്മുടെ സാധാ മന്തിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നാരങ്ങ നമ്മൾ മന്തിയിൽ ഇടൂല, വലിയ നാരങ്ങ, അത് നന്നായിട്ട് ഉടഞ്ഞ് ഇതാവും. അപ്പോൾ അത് നമ്മൾ ചോറുകൂടെ, ചിലവർ കാണാൻ ചോറുകൂടെ തിരുമ്പി കഴിക്കണത്. അപ്പോൾ ഇക്കാക്കൊന്നും അങ്ങനെ അത് ഇഷ്ടമല്ല കേട്ടോ, അത്ര അങ്ങനെ തിരുമ്പി കഴിക്കുന്നത്. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ അത് കളയുന്നേ ചെയ്യാറ്. അങ്ങനെ നമ്മുടെ മന്തി റെഡിയായി. അതേപോലെ അതിൽ തക്കാളിയുടെ അത് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചോട്ടെ പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ഹെൽത്തി മയോണൈസ്, നമ്മുടെ ഇത് കുരുമുളക് ഇട്ടുണ്ട് കേട്ടോ. ഇല്ലേ, കുരുമുളകും ഒരു 1.5 ടീസ്പൂണും നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കുരുമുളക്, വെളുത്തുള്ളി ഒരു 3 വലിയ അല്ലി, അതേപോലെ കല്ലുപ്പ്, പാല്, ഇത് നന്നായി മിക്സിയിൽ അരയ്ക്കുക മയോണൈസിന് വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലത്തെ ആ ജാറിൻ്റെ മൂടിയുടെ ആ എന്താ പറയുക അതിൽ കൂടെ ഞാൻ ഒഴിച്ചില്ല, അതേപോലെ എന്താ പറയുക ഒലീവ് ഓയിലും വിനാഗിരി ഒഴിക്കുക. നല്ല കട്ടിയിൽ അടിപൊളി കണ്ട നല്ല ടേസ്റ്റ് ഇട്ട് കഴിക്കാൻ. അതൊക്കെയും കഴിച്ചിട്ട് പിന്നെ കേക്കിൻ്റെ പണിക്ക് നിന്നു. ഇക്ക പുറത്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക വന്നു. അപ്പം ഇക്ക പറഞ്ഞു ഒരു കോഫി എടുക്കുക പറഞ്ഞു. അപ്പോൾ എനിക്ക് കോഫി ഒരു ക്യാപ്പച്ചിനോ കഴിക്കാൻ തോന്നി കേട്ടോ. നമ്മൾ കടയിലേക്ക് വാങ്ങുമ്പോൾ 150, 150, 175 രൂപ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും കടയിൽ പോയിട്ട് എന്തായാലും വാങ്ങി കഴിക്കാറില്ല. നമ്മൾ ഇടയ്ക്ക് ഇതുപോലൊരു പൂതി തോന്നുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. ഞാനൊരു കപ്പ് എടുത്തിട്ട് അതിൽ 2 ടീസ്പൂണ് നമ്മുടെ കോഫി പൗഡർ ഇട്ടു. പിന്നെ ഒരു 3 ടീസ്പൂണ് പഞ്ചസാര ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ എന്താ പറയുക ബീറ്ററും കൊണ്ട് നന്നായി അടിച്ച് പത വന്ന് ഇങ്ങനെ പൊന്തി വന്നു കേട്ടോ. പതയല്ല, ഇങ്ങനെ നന്നായി കുറച്ച് നേരം അടിച്ച് അതേപോലെ കേട്ടോ.
അപ്പോൾ ഇതിന് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാല് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. പിന്നെ ഇതിൻ്റെ മധുരം ഇക്കാക്ക് എപ്പോഴും മധുരം കുറവാണ് വേണ്ടി, ഇത്തിരി മധുരം കൂടുതലുമാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്ലാസ്സിൽ ഞാൻ ഒരു 3/4 ടീസ്പൂൺ കൂടി പഞ്ചസാര ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാലൊഴിച്ചു. 2 ഗ്ലാസ്സിലും ഒരേപോലെ ഒഴിച്ചു കേട്ടോ. നല്ല ചൂട് തിളച്ച പാൽ വേണം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാപ്പുച്ചിനോ നന്നായിരിക്കണമെങ്കിൽ നല്ല തിളച്ച പാലിന് ഒഴിക്കണം കേട്ടോ. പിന്നെ കോൾഡ് കോഫി കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല തണുപ്പിച്ച പാലൊഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കോഫി പൗഡർ ഇങ്ങനെ ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ, ഇതിനി ഇതിലേക്ക് നന്നായിട്ട് പതുക്കെ ഇളക്കിയിട്ട് നമ്മുടെ കോഫിയുടെ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ലയിപ്പിക്കണം കേട്ടോ ഈ പാലിൽ. ഇത് ഞാൻ കുറച്ചിങ്ങനെ തുളുമ്പി പോയി. പിന്നെ ഞാൻ ഒരു സൂത്രം വിചാരിച്ചത് അതങ്ങനെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ എൻ്റെ പഞ്ചസാര ഇട്ടതും പഞ്ചസാര ഇടാത്ത ഗ്ലാസ്സും കൂടി എനിക്ക് തെറ്റിപ്പോവും. അപ്പം ഞാൻ അത് തുടച്ച് കളഞ്ഞില്ല കേട്ടോ ക്യാമറയിൽ. അപ്പോൾ അതെന്തായാലും അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറേശ്ശെ മിക്സ് ചെയ്തു. പഞ്ചസാര കൂടുതലിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ ആദ്യം വേഗം മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഇക്കാട കോഫിയിലും ഇതേപോലെ കുറേശ്ശെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. നല്ല അടിപൊളി കാപ്പുച്ചിനോണ്. എന്തിനും കടയിലേക്കും കൊടുത്തിട്ട് 150-200 രൂപ കൊടുക്കണം. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് കൊതിയാവുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. എപ്പോഴൊന്നും നമ്മൾ കുടിക്കില്ലല്ലോ, എപ്പോഴേലും ഇതുപോലെ കൊതിയാവുമ്പോൾ നമുക്ക് കുടിക്കാം. പിന്നെ രാത്രിക്ക് റിയമോള് മന്തിയെ കഴിച്ചത് കേട്ടോ. സ്കൂളിൽ വിട്ട് വന്നിട്ട് അങ്ങനെ കഴിച്ചു. പിന്നെ ഒന്നും അവൾ കഴിച്ചില്ല. ഞങ്ങൾ ഇക്കാക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ കഞ്ഞി മതി പറഞ്ഞു. ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡ് കഴിച്ചു തരാൻ കഞ്ഞിയും ചമ്മന്തിയായിരുന്നു രാത്രി. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ എൻ്റെ വീഡിയോകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് തന്നെ കാണുക. അപ്പോൾ തന്നെ ഫുള്ള് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ കുറച്ച് നേരം പിടിക്കുള്ളൂ കേട്ടോ ക്ലാസ്സിൽ. അങ്ങനെ എന്താ പറയുക, കോഫിക്ക് റെഡിയായി. എൻ്റെ കോഫി കണ്ടില്ലേ, അത് കുറച്ച് പോയതുകൊണ്ട് എനിക്ക് ഇത് തെറ്റിപ്പോവില്ല. അപ്പം അത് വിചാരിച്ചിട്ടാട്ടോ ഞാൻ തുടയ്ക്കാൻ, അല്ലെങ്കിൽ ഞാൻ ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ തുടച്ചായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇരുന്നോട്ടെ. അപ്പം ഞാൻ ക്ലാസ് ഒന്ന് തിരിച്ച് വെച്ചിട്ടൊന്ന് വീഡിയോ എടുത്തു കേട്ടോ. ഇനി ഒരു കാപ്പുച്ചിനോ കഴിക്കാനുള്ളത് ഫ്രിഡ്ജിലുണ്ട്. അത് വേണമെങ്കിൽ റിയമോള് സ്കൂളിൽ വിട്ടൊന്ന് തണുപ്പിച്ച് കുടിച്ചോട്ടെ വിചാരിച്ചു. അപ്പം നമ്മൾ ഇതെപ്പടി കാലിയാക്കിട്ടോ ഞാനൊരു ഗ്ലാസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റ് ചെയ്യുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.